Hi, hello, assalamu alaikum. Welcome back to my YouTube channel. Hope you all guys are fine and good. അപ്പോൾ എല്ലാവരും ആരോഗ്യത്തോടെയും സന്തോഷത്തോടെ ഒക്കെ ഇരിക്കാമെന്ന് വിശ്വസിക്കുകയാണ്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിൽ വന്നവരായാലും അല്ലെങ്കിൽ പൊതുവേ ഞാൻ എൻ്റെ സറൗണ്ടിങ്സിൽ അല്ലെങ്കിൽ എന്നെ ചുറ്റുമുള്ളവർ കാണുന്നതായാലും അതിൽ കണ്ടിട്ട് അല്ലെങ്കിൽ എനിക്ക് ഒരു പക്ഷേ ഒന്ന് രണ്ട് ആളുകളെങ്കിലും എൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് യെസ് ചെയ്യണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് എൻ്റെ ഈ വീഡിയോ കൊണ്ടുള്ള ഒരു സക്സസ് ആണ് കേട്ടോ. അത് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. പിന്നെ പ്രോഡക്റ്റ് കിട്ടാത്തവർ ടെൻഷൻ ആവണ്ട. ഞാൻ കൊറിയർ ഓഫീസിൽ കൊണ്ടുപോയി കൊടുത്ത് ലാസ്റ്റത്തെ 2 പാർസൽ സെറ്റ് കൊറിയർ ഓഫീസിൽ കൊണ്ടുപോയി കൊടുത്ത് അവർ 2 days കഴിഞ്ഞാണ് കേട്ടോ അവിടുന്ന് അവർ വിട്ടിരിക്കുന്നത്. കുറച്ച് ക്വാണ്ടിറ്റി അധികം ഉള്ളതുകൊണ്ട് അതുകൊണ്ടാണ് ഡിലേ ആവുന്നത്. ഒരു 2 ദിവസം കൂടെ വെയിറ്റ് ചെയ്തോളൂ, പ്രോഡക്റ്റ് തീർച്ചയായിട്ടും കിട്ടും. പിന്നെ 7 ദിവസമാണ് ഞാൻ ഡെലിവറി ടൈം പറയുന്നത്. പ്രോഡക്റ്റ് വേണ്ടവർ ഈ നമ്പറിലാണ് കോൺടാക്ട് ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ ഇന്ന് എന്താണ് നിങ്ങളുടെ അടുത്ത് പറയാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരുപാട് സ്ത്രീകളുണ്ടല്ലോ നമ്മളുടെ നാട്ടിൽ. ഞാൻ പഠിച്ചിട്ടില്ല, അപ്പോൾ എനിക്കൊരു ജോലി അല്ലെങ്കിൽ എനിക്കൊരു സ്വയ വരുമാനം ഞാൻ പഠിക്കാത്തത് കൊണ്ട് തന്നെ എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് കരുതിയിട്ടിരിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് നമ്മുടെ നാട്ടിൽ അല്ലേ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. ഞാൻ എന്ത് ചെയ്യും, എനിക്കൊരു സ്വയം വരുമാനം കണ്ടെത്താൻ ഞാൻ എന്ത് ചെയ്യണം? ഞാനൊരു 10 രൂപയ്ക്ക് വരെ ഞാൻ ഒരാളുടെ മുന്നിൽ കൈ നീട്ടേണ്ട അവസ്ഥയാണ്. അപ്പോൾ ഒരുപാട് ആണുങ്ങൾ പറയും അവൾക്ക് വേണ്ടിയിട്ടും അവളുടെ കുട്ടിക്ക് വേണ്ടിയിട്ടും അല്ല ഞാൻ ഈ സമ്പാദിക്കുന്നത്, പിന്നെന്തിനാ അവൾ ടെൻഷനാണ്. നമ്മൾ ഒരു പാഡ് വാങ്ങിക്കാൻ പോലും അല്ലെങ്കിൽ സ്വന്തം വീട്ടിൽ പോകുമ്പോൾ കുറച്ചൊരു മിഠായി വാങ്ങിക്കാൻ പോലും നമ്മൾ ഹസ്ബൻഡിന് അവർ തരുമായിരിക്കും. അങ്ങനത്തെ സപ്പോർട്ടീവായിട്ടുള്ള ഹസ്ബൻഡ് തന്നെയായിരിക്കും. എന്നാലും നമ്മൾ സ്വയമായിട്ട് നമുക്ക് വേണം ചെയ്യണം എന്ന് നമ്മൾ കരുതുന്നുണ്ട് അല്ലേ. അതുപോലെയുള്ള സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ ഈ വീഡിയോ. അപ്പോൾ കഴിയുന്നതും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അതുപോലെ തന്നെ ഞാൻ എന്താണ് ഇതിൽ പറയുന്നത്, ഇതുകൊണ്ട് ഒരാളെങ്കിലും സക്സസ് ആയിട്ട് ഇത് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് വീഡിയോ ഞാൻ ചെയ്തതിന് കാര്യം കിട്ടും. ഓക്കെ. അപ്പോൾ എനിക്ക് പറയാനുള്ള ഫസ്റ്റ് ഓഫ് ഓൾ, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളവരും ഇന്നും ഒരുപാട് പേര് വീട്ടിലിരിക്കുന്നുണ്ട് ഒന്നും ചെയ്യാതെ അല്ലേ. ഒരുപാട് പേര് എന്തിന് ചിലപ്പോൾ മാസ്റ്റേഴ്സ് എടുത്തിട്ടുണ്ടാവും അല്ലെങ്കിൽ BEd എടുത്തിട്ടുണ്ടാവും. ഇപ്പോൾ അത് എടുത്തിട്ട് പോലും പഠിച്ചിട്ട് പോലും നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളവർ പോലും വീട്ടിൽ വെറുതെ ഇരിക്കുന്ന സ്ത്രീകൾ ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ എനിക്ക് ഫസ്റ്റ് പറയാനുള്ളത്, ഞാൻ എഡ്യൂക്കേറ്റഡ് അല്ല, അപ്പോൾ ഞാൻ സമ്പാദിക്കാൻ എന്ത് ചെയ്യണം എന്ന് ചോദിക്കുന്നവരോട് എനിക്ക് ഫസ്റ്റ് പറയാനുള്ളത്, ഒരുപാട് പേരുടെ ഭർത്താക്കന്മാർക്ക് ചിലപ്പോൾ വിദ്യാഭ്യാസം കാണില്ല, പക്ഷെ അവരും എന്തൊക്കെയോ ജോലി ചെയ്യുന്നില്ലേ ഉണ്ടായിരിക്കും. ചിലർ ബിസിനസ് ആയിരിക്കും ചെയ്യുന്നത്, ചിലർ പുറത്ത് പോയിട്ടുണ്ടാവും, ചിലർ ഡ്രൈവർ ജോലി ആയിരിക്കും ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും കടകളിലായിരിക്കും നിൽക്കുന്നത്. എന്തെങ്കിലുമൊക്കെ ചെയ്ത് അവർ കുടുംബം നോക്കുന്നുണ്ട്. അതേ പ്രവണത തന്നെയാണ് നിങ്ങൾ സ്ത്രീകൾക്കും വരേണ്ടത്. ഇത് എത്ര പേര് യോജിക്കുന്നുണ്ട് എന്നെനിക്കറിയില്ല. രണ്ടാമത്തെ ഒരു കാര്യം, ഇന്നൊരു കുടുംബം നിന്ന് പോകണമെങ്കിൽ ആണുങ്ങളൊക്കെ പറയുമായിരിക്കും ഞാനൊരാൾ സമ്പാദിച്ചു കൊണ്ടു തരുന്നതന്നെ മതിയാകും ഇതാകും എന്നൊക്കെ അവർ പറയുമെങ്കിലും 2 പേർക്കും ഇന്ന് ഏണിങ്സ് ഉണ്ടെങ്കിലാണ് നല്ല രീതിയിലുള്ള ലൈഫ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. കുട്ടികൾക്കുള്ള എഡ്യൂക്കേഷൻ ആയാലും എന്ത് തന്നെയായാലും. അപ്പോൾ എനിക്കിവിടെ പറയാനുള്ളൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ അവർ ചെയ്യുന്ന പോലെ ഇല്ലെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചിട്ടില്ല, അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കഴിവുകളുണ്ടോ എന്നുള്ളത് നിങ്ങൾ ആദ്യം സ്വയം തിരിച്ചറിയുക. ചിലർക്ക് നല്ല സംസാരിക്കാനുള്ള കഴിവുണ്ടാകും, ചിലർക്ക് നല്ലപോലെ എന്തെങ്കിലും വരയ്ക്കാനുള്ള എന്തെങ്കിലും ഒരു കഴിവ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇത് തരാതെ റബ്ബ് എല്ലാവർക്കും എന്തെങ്കിലും ഒരു കഴിവ് കൊടുത്തിട്ടുണ്ടാകും. അതാദ്യം സ്വയം മനസ്സിലാക്കിയെടുക്കുക. എന്തിനാണ് നിങ്ങൾ ഒന്നിനും എനിക്ക് പറ്റണില്ല, ഇപ്പം എന്താ പറയുക, ഒരു സെൽഫ് കോൺഫിഡൻസ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അതുണ്ടെങ്കിൽ മാത്രം നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുള്ളൂ. ഇപ്പം എൻ്റെ അടുത്ത് നിന്ന് ഓയിൽ വാങ്ങിക്കുന്ന ഒരുപാട് പേര് സങ്കടപ്പെട്ട് എന്നോട് പറയാറുണ്ട്, ഞാൻ ഈ നിറത്തിൻ്റെ പേരിൽ ഒരുപാട് വിഷമിക്കുന്നുണ്ട്, എനിക്ക് കല്യാണം നോക്കുന്നുണ്ട്, അപ്പോൾ എനിക്ക് അതിന് പറ്റുന്നില്ല, കല്യാണം നോക്കുമ്പോൾ ഈ കളറിൻ്റെ പേരിൽ മുടങ്ങിപ്പോവാണ്. അത് എത്ര കാലം മുന്നോട്ട് പോയാലും ചിലതൊക്കെ പഴയ കാലത്തിനേക്കാളും ബെസ്റ്റായിട്ടാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ കണ്ടുകൊണ്ട് വരുന്നത്. നമ്മൾ പറയും എല്ലാം മാറിയിട്ടുണ്ട്, കറുപ്പാണെങ്കിൽ എന്താ എന്നൊക്കെ പറയും. ഇപ്പം എൻ്റെ ഹസ്ബൻഡ് ഒരു ദിവസം എന്നോട് പറഞ്ഞു, നിറമില്ലെങ്കിൽ എന്താ കുഴപ്പം, നല്ല മനസ്സുണ്ടായാൽ മതിയെന്ന്. അപ്പോൾ ഞാൻ തിരിച്ചു ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, നല്ല കരിങ്കട്ട പോലത്തെ ഒരു കളറുള്ള ഒരു പെൺകുട്ടിയെ നിങ്ങൾ കല്യാണം കഴിക്കുമായിരുന്നോ? നമ്മൾ യാഥാർത്ഥ്യത്തിലോട്ട് ഇറങ്ങുമ്പം ഈ ഒരു സംസാരവും ഡയലോഗും ആർക്കും ഉണ്ടാവില്ല, ശരിയല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മൾ സെൽഫായിട്ടുള്ളൊരു കോൺഫിഡൻസ് കിട്ടണമെങ്കിൽ സ്വയ വരുമാനം വേണം. ഇനി അതൊന്നുമല്ല, പിന്നെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാറുണ്ട്, സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാവണമെങ്കിൽ നമ്മൾ എപ്പോഴും കണ്ണാടി നോക്കുമ്പോൾ നമ്മുടെ സ്കിൻ എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കണം. നമ്മൾ തടി ഉണ്ടെങ്കിൽ ഇങ്ങനെ സെൽഫ് കോൺഫിഡൻസ് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് നമുക്ക് ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ ആദ്യം നമുക്ക് വേണ്ട എന്താണ്, സ്വയ വരുമാനമാണ്.
ഒരു 300 രൂപ. ഇപ്പോൾ ഒരുപാട് കസ്റ്റമേഴ്സ് എൻ്റെ അടുത്ത് പറയും, ഞാൻ പൈസ അയച്ചുതരാം കേട്ടോ, ഹസ്ബൻഡ് വരട്ടെ, ഹസ്ബൻഡിനോട് ചോദിക്കട്ടെ, എൻ്റെ അടുത്ത് അക്കൗണ്ടിൽ പൈസ ഇല്ല എന്ന് പറയുമ്പോൾ, ഒരു 100 രൂപയ്ക്ക് പോലും നിങ്ങൾ, അല്ലെങ്കിൽ ഒരു 50 രൂപ, അല്ലെങ്കിൽ 10 രൂപയ്ക്ക് പോലും നിങ്ങൾ ഒരാളെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഒരുപാട് മാനസികമായിട്ട് നിങ്ങൾ ഒരുപാട് തളർത്തുന്നുണ്ടായിരിക്കാം അല്ലേ. അപ്പോൾ എനിക്ക് ഇത്രേ പറയാനുള്ളൂ. വിദ്യാഭ്യാസമില്ല, ഞാൻ പഠിച്ചിട്ടില്ല, അപ്പം ഞാൻ എന്ത് ചെയ്യും, പഠിക്കണം എന്ന് കരുതി നിൽക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റണമെന്നില്ല, ശരിയല്ല, പഠിക്കാൻ പറ്റൂല. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവില്ല. അപ്പോൾ എന്ത് ചെയ്യുക, സ്വയം വരുമാനം ഞാൻ എങ്ങനെ കണ്ടെത്താം, ഞാൻ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ചിന്തിക്കുന്നവരുണ്ടാവും. അപ്പം നിങ്ങൾക്കുള്ള കഴിവ് എന്താണെന്ന് അന്വേഷിക്കുക, അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം. ഇന്ന് നമ്മുടെ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ട്, എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് നമുക്ക് മുന്നോട്ട് വരാൻ വേണ്ടി പറ്റും അല്ലേ. അപ്പോൾ അതിനു വേണ്ടി ശ്രമിക്കുക. അതിലല്ലാതെ എനിക്കൊന്നിനും പറ്റില്ല, എനിക്ക് എന്താ കഴിവുള്ളത്, ഞാനിങ്ങനെ വീട്ടിലിരിക്കും, ഞാൻ ഇപ്പോൾ പറയും എനിക്കിപ്പോൾ വരക്കാനുള്ള കഴിവെങ്കിലുണ്ട്, എനിക്ക് അതുപോലും ഇല്ല, എനിക്കിപ്പോൾ ഇങ്ങനെയുള്ള കഴിവുണ്ട്, എനിക്ക് അതില്ല, എനിക്ക് നല്ല മിടുക്കുണ്ട്, എനിക്ക് അല്ല. നമുക്ക് എല്ലാവർക്കും ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. അത് നമ്മൾ സ്വയം കണ്ടെത്തി നമ്മൾ സ്വയം വരുമാനം കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുക. വീട്ടിന് പുറത്ത് പോകുന്നതാണ് ഹസ്ബൻഡിന് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ വീട്ടിലിരുന്നിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെയൊക്കെയാണ് നമ്മൾ ഇമ്പ്രൂവ്മെൻറ്റ് സ്വയം നമ്മൾ കണ്ടെത്തേണ്ടത്. അപ്പോൾ ഇതൊരു സീരിയസ് ടോക്കാണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ച് ഇതൊരു സീരിയസ് ടോക്ക് തന്നെയാണ്. പക്ഷെ ഒരുപാട് പെൺകുട്ടികളുണ്ട്, എന്നെ കൊണ്ട് പറ്റൂല, ഞാൻ ഒന്നിനും പോകണില്ല, എനിക്കൊരു കഴിവില്ല. അപ്പോൾ ഓല് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഓൾക്ക് അതിനുള്ള കഴിവുണ്ട്, ഓല് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഓൾക്ക് അതിനുള്ള സമയമുണ്ട്. ഇനി ഒന്നുമില്ലെങ്കിൽ കുറേ ആൾക്കാർ യൂട്യൂബ് ചാനൽ തുടങ്ങും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് ഇത്രേ പറയാനുള്ളൂ. സ്വയം കണ്ടെത്തുക, സ്വയം കണ്ടെത്തിക്കാണ്ട് അത് പ്രയാസമായിരിക്കും, ചിലപ്പോൾ അതിന് കഴിവുള്ള സ്ത്രീകൾ ഉണ്ടായിരിക്കില്ല, എന്നാലും നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക. എവിടെയെങ്കിലും ഒന്ന് ക്ലിക്കാവാതിരിക്കില്ലടോ. എന്തിനാണ് നമ്മൾ എന്നെക്കൊണ്ട് പറ്റില്ല, എന്നെക്കൊണ്ട് കഴിയില്ല. പിന്നെ അതുപോലെ ഈ ഒരു കാര്യം കൂടെ എനിക്ക് ഈ വീഡിയോയിൽ പറയാനുണ്ട്. ഇത് ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് ചെയ്യണം എന്നാണ് വിചാരിച്ചത്, എന്നാലും പറയണം. എനിക്ക് കളറില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇതും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങളുടെ അടുത്ത് നിന്ന് എണ്ണ വാങ്ങിക്കുന്നത്. അതൊക്കെ കേൾക്കുമ്പോഴുള്ളൊരു വിഷമമുണ്ട് എനിക്ക് സത്യം. എന്നിട്ട് അവർക്ക് ഞാൻ പേഴ്സണലി എൻ്റെ സൈഡിൽ നിന്ന് ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കും. അങ്ങനെ നിങ്ങളുടെ ആ കളർ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നവർ കെട്ടിയാൽ മതിയോ നിങ്ങളെ. അങ്ങനെ നിങ്ങളെ കണ്ടിട്ട് സ്നേഹിക്കാൻ പറ്റുന്നവർ കെട്ടിക്കൊണ്ടുപോയാൽ മതി എന്നങ്ങ് സ്വയം വിചാരിച്ച് പോസിറ്റീവായിട്ട് മുന്നോട്ട് പോവുക. ഒരാളും രണ്ടാളൊന്നും അല്ല. അപ്പം നമ്മൾ വിചാരിച്ചാൽ ലോകം എവിടെയും മാറാൻ പോകുന്നില്ല. പക്ഷെ നമുക്ക് നമ്മളെ മെൻറ്റാലിറ്റിയും നമ്മളുടെ മൈൻഡ് സെറ്റ് നമുക്ക് മാറ്റിയെടുക്കാമല്ലോ. നമ്മളെ വിഷമിപ്പിക്കാനും നമ്മളെ നെഗറ്റീവ് പറഞ്ഞിട്ട് ഇപ്പം ഒരു പെണ്ണ് അത് മുന്നോട്ട്, ഇപ്പം എൻ്റെ ഒരു സുഹൃത്തുണ്ട് കേട്ടോ, അവളൊരു ബിസിനസ്സായിട്ട് മുന്നോട്ട് പോവാണ്. പക്ഷെ അവളെ ഡിസ്കറേജ് ചെയ്യുന്നുണ്ട്. അവൾ പറയുന്നുണ്ട്, ഓ ഈ ഒരു പെണ്ണ് ഇങ്ങനെ പോയി ഇരിക്കുക ഷോപ്പിൽ, ഇതൊരു പെണ്ണല്ല, നമ്മളെ കുടുംബത്തിൽ ആരും ഇങ്ങനെ ചെയ്തിട്ടില്ലേ, എന്താണ് ഈ ഒരു ഷോപ്പിൽ മാന്യമായിട്ട് അവളുടെ ഭർത്താവ് ഒരു ബിസിനസ് ചെയ്യുമ്പോൾ അവിടെ എന്ത് മാനക്കേടാണ് ഉണ്ടാകുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ അവൾ അതും പറയുന്നുണ്ട്. എൻ്റെ പോസിറ്റീവ് എന്നെ കണ്ടിട്ട് ഒരുപാട് പേര് ബിസിനസ്സൊക്കെ ഇറങ്ങിയവരും ഉണ്ട്, പക്ഷെ അതേ സ്ഥാനത്ത് തന്നെ ഡിസ്കറേജ് ചെയ്യുന്നവരും ഉണ്ട്. അപ്പോൾ നമ്മൾ ആ ഭാഗം ശ്രദ്ധിക്കാതിരിക്കുക. നിങ്ങളെ കണ്ടിട്ട് ആരൊക്കെ മുന്നോട്ട് വരുന്നുണ്ട് അത് മാത്രം നിങ്ങൾ നോക്കുക. ഇപ്പോൾ എൻ്റെ എണ്ണ വാങ്ങിക്കുന്നവർ ഇപ്പോൾ 10 പേര് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു 7 പേർക്ക് റിസൾട്ട് ഉണ്ടാവുള്ളൂ. 3 പേര് എൻ്റെ അടുത്ത് റിസൾട്ട് ഇല്ല എന്ന് പറയുമ്പോഴും ഞാൻ നോക്കുന്നത് റിസൾട്ട് ഇല്ല എന്ന് പറയുമ്പോൾ വിഷമമുണ്ട്, ശരി തന്നെയാണ്. പക്ഷേ ഈ 7 പേർക്ക് സന്തോഷമായിട്ട് അവർ പറയുമ്പോൾ ഐ ഫീൽ സോ ഹാപ്പി. അപ്പോൾ എന്നെക്കൊണ്ട് ഒരാൾ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ അത് ആലോചിച്ച് ഞാൻ സന്തോഷിക്കുക എന്നല്ലാതെ നമ്മൾ എന്തിനാണ് നമ്മളെ ഡീമോട്ടിവേറ്റ് ചെയ്യുന്ന ആളുകളുടെ സംസാരം കേൾക്കാൻ പോകുന്നത്? പ്രയാസമാണ്. പക്ഷെ അതൊന്ന് ഒഴിവാക്കി വിട്ടു നോക്കി പിന്നെ അവർ നമ്മളെ അടുത്തോട്ട് ആ ഡീമോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി വരില്ല, ഡിസ്കറേജ് ചെയ്യാൻ വേണ്ടി വരില്ല. ഓക്കെ, ഒരു പീരീഡ് ഓഫ് ടൈമിൽ ഇപ്പോൾ റീസെൻ്റായിട്ട് ഞാനും ഒരുപാട് മെൻ്റലി അപ്സെറ്റ് ആയിരുന്നു. മേ ബി അത് പോസ്റ്റ്മോർട്ടം ഡിപ്രഷനിൽ എന്തെങ്കിലും ഒരു കാരണമായിരിക്കാം ഞാനും ആയിരുന്നു. പക്ഷെ അത് ഞാൻ വളരെ പെട്ടെന്ന് തന്നെ ഞാനത് സെൽഫായിട്ട് മുന്നോട്ട് വരികയാണ് ചെയ്തത് മാനസികമായിട്ട്. കാരണം അത് മനസ്സിൽ വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ശരിയല്ലേ? അപ്പോൾ എല്ലാവരുടെ എനിക്ക് പറയാനുള്ളത്, ഞാൻ പഠിച്ചിട്ടില്ല, വിദ്യാഭ്യാസമില്ല, അതുകൊണ്ട് തന്നെ എനിക്ക് സ്വയം വരുമാനം നേടാൻ പറ്റില്ല. അപ്പോൾ ഞാൻ എന്തെങ്കിലും പഠിക്കട്ടെ, ചിലപ്പോൾ അപ്പോൾ നോക്കുമ്പോൾ പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടാവില്ല. അങ്ങനെ ചിന്തിച്ചിട്ട് ഒന്നും എവിടെയും പതിഞ്ഞു കൂടിയിരിക്കരുത്. ഒരു പ്രസവിക്കാനും മാസമാസമുള്ള പീരീഡ്സും വീട് മൊത്തം ഹാൻഡിൽ ചെയ്യാനും എല്ലാം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ പെണ്ണുങ്ങൾക്ക് എല്ലാം സാധിക്കും എന്ന് തന്നെ വിശ്വസിക്കുക. അപ്പോൾ നമുക്ക് എല്ലാത്തിനും ഒരു സൊല്യൂഷൻ കിട്ടും. ഓക്കെ, മാനസികമായിട്ട് നിങ്ങൾക്ക് ധൈര്യം തരേണ്ടത് നിങ്ങൾ തന്നെയാണ്, അല്ലാതെ ഒരാളെ ഡിപ്പെൻഡ് ചെയ്ത് ഒരിക്കലും പ്രത്യേകിച്ച് സ്ത്രീകൾ നിൽക്കാൻ പാടില്ല. കാരണം നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്നവരായിരിക്കും നമ്മളെ ഭർത്താക്കന്മാർ അല്ലെങ്കിൽ നമ്മുടെ കുടുംബങ്ങൾ. പക്ഷെ അവർ എപ്പോഴും ഇപ്പം ഞാൻ മെൻ്റലി അപ്സെറ്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് ഞാൻ വിചാരിക്കുന്ന സമയത്ത് എൻ്റെ ഹസ്ബൻഡിനെ ചിലപ്പോൾ എൻ്റെ കൂടെ നിൽക്കാൻ പറ്റണമെന്നില്ല, അവർ ചിലപ്പോൾ പുറത്തായിരിക്കും. ഞാൻ വിചാരിക്കുന്ന സമയത്ത് ചിലപ്പോൾ വിളിക്കുമ്പോൾ എൻ്റെ ഉപ്പാക്ക് ഫോൺ എടുക്കാൻ പറ്റണമെന്നില്ല. അപ്പോൾ നമ്മൾ തന്നെയാണ് നമ്മളുടെ
കഴിവിനെ തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകേണ്ടത്. നമ്മൾ തന്നെയാണ് നമ്മളുടെ ജീവിതം ജീവിക്കേണ്ടത്. നമ്മൾ തന്നെയാണ് എല്ലാത്തിനും ഉത്തരം കണ്ടെത്തേണ്ടത്. നമ്മളെ ഡിപ്പെൻഡ് ചെയ്ത് ഒരുപാട് പേരുണ്ടാകുന്നുള്ളത് നമ്മളൊന്ന് കണ്ണ് തുറന്ന് നോക്കിയാൽ നമുക്കും കാണാൻ പറ്റും. അല്ലാതെ നമ്മളൊരാളെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളത് മാറ്റിയിട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഒരു ദിവസം പനിച്ച് കിടന്നിട്ടുണ്ടെങ്കിൽ ആ വീട്ടിലെ അവസ്ഥ നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്ത് എത്ര പേരുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് അപ്പം മനസ്സിലാവും. ഓക്കെ, അപ്പോൾ പോസിറ്റീവായിട്ട് തന്നെ മുന്നോട്ട് പോവുക. ഒന്നും ആലോചിച്ച് ടെൻഷനായിട്ട് ഇരിക്കുക. ഓക്കെ, കരഞ്ഞോളൂ കുറച്ച് നേരം, അതിന് ശേഷം എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് ചിന്തിക്കുക. ഓക്കെ, സോ എപ്പോഴും ഞാൻ പറയാനുള്ള കാര്യമാണ്, മനസ്സ് ആരോഗ്യമുണ്ടെങ്കിൽ മുഖത്തിന് ഗ്ലോ ഉണ്ടാവുള്ളൂ, ശരീരത്തിന് ആരോഗ്യം ഉണ്ടാവുള്ളൂ. ഒക്കത്തിന് കിടക്കുന്നത് മനസ്സിൻ്റെ സ്ട്രെങ്ത് ആണ്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ സ്റ്റേ ഹെൽത്തി, ബി ഹാപ്പി. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റ ബൈ.